ഹായ് ഓൾ, വെൽക്കം ടു മിൻഡി PSC ദ റൈറ്റ് ഗൈഡൻസ്. അപ്പൊ എല്ലാവർക്കും മിൻഡി PSCയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ PSC എക്സാമിന്റെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യേണ്ട ഏരിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഏരിയ എന്ന് വെച്ചാൽ ഏതാണ്? ആനുകാലിക വിഷയങ്ങളാണ് അല്ലെ. 20 മാർക്കിനാണ് അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഡിഫിക്കൽട്ട് ആയുള്ള ഒരു ഏരിയ ആണ് കറണ്ട് അഫേഴ്സ്. ഭയങ്കര വാസ്റ്റ് ആണ്. എവിടെ നിന്ന് പഠിക്കണമെന്ന് പോലും നമുക്കറിയില്ല. എക്സാം ടൈമിൽ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ തോന്നുന്ന ഒരു ഏരിയ ആണ്. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ അതാത് ദിവസമുള്ള കറണ്ട് അഫേഴ്സ് അതാത് ദിവസം തന്നെ പഠിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ എക്സാം ടൈമിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്താൽ മതിയാവും. ഓക്കെ, നമ്മൾ ഇന്ന് കുറച്ച് കറണ്ട് അഫേഴ്സ് ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാന്ന് നോക്കാം. അപ്പോ 16ാം നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ചുമതലയേറ്റത് ആരാണ്? 16ാം നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ചുമതലയേറ്റത് ജി സുധാകരനാണ്. അപ്പൊ ജി സുധാകരനാണ് 16ാം നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണ്? ജി സുധാകരനാണ്. ഓക്കെ, അതുപോലെ 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായിട്ട് തെരഞ്ഞെടുത്തത് 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുത്ത ആരെയാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ്. അപ്പൊ കോട്ടയം MLA ആണ് അല്ലെ. കോട്ടയം MLA ആണ്. 1991 മുതൽ 2011 വരെ അടൂർ MLA ആയിരുന്നു. അപ്പൊ 1991 മുതൽ 2011 വരെ അദ്ദേഹം എവിടുത്തെ MLA ആയിരുന്നു? അടൂരിലെ MLA ആയിരുന്നു. അതുപോലെ 4ാം തവണ കോട്ടയം MLA. 4ാം തവണ എന്താണ്? കോട്ടയം MLA ആണ്. അതുപോലെ 101 വോട്ടുകൾ നേടിയാണ് സ്പീക്കറായി തെരഞ്ഞെടുത്തത്. അദ്ദേഹത്തെ സ്പീക്കറായിട്ട് തെരഞ്ഞെടുത്തത് അദ്ദേഹത്തിന് എത്ര വോട്ടുകൾ നേടിയാണ്? 101 വോട്ടുകൾ നേടിയാണ് സ്പീക്കറായി അദ്ദേഹം തെരഞ്ഞെടുത്തത്. ഓക്കെ, അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്. അടുത്തത് കേരള മാപ്പിള കലാ അക്കാദമി PH അബ്ദുള്ള മാസ്റ്റർ സ്മാരക മാനവ മൈത്രി പുരസ്കാരത്തിന് അർഹനായതാര്? അപ്പൊ കേരള മാപ്പിള കലാ അക്കാദമി PH അബ്ദുള്ള മാസ്റ്റർ സ്മാരക മാനവ മൈത്രി പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഡോക്ടർ MN കാരശ്ശേരിയാണ് കേട്ടോ. ഡോക്ടർ MN കാരശ്ശേരിയാണ്. അപ്പൊ കേരള മാപ്പിള കലാ അക്കാദമി PH അബ്ദുള്ള മാസ്റ്റർ സ്മാരക മാനവ മൈത്രി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഡോക്ടർ MN കാരശ്ശേരിയാണ്. അടുത്തത് സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറായി പുതുതായി ചുമതലയേറ്റത് ആരാണ്? അപ്പൊ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറായിട്ട് പുതിയതായിട്ട് ഏറ്റത് ഏത് വ്യക്തിയാണ്? സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറായി പുതുതായി ചുമതലയേറ്റത് MS ഇർഷാദ് ആണ് കേട്ടോ. അപ്പൊ MS ഇർഷാദ് ആണ് സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറായി പുതുതായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? MS ഇർഷാദ് ആണ്. അതുപോലെ മുഖ്യമന്ത്രി VD സതീശന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി VD സതീശന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? K അനിൽകുമാർ ആണ്. അപ്പൊ മുഖ്യമന്ത്രി VD സതീശൻ സാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയി നിയമിതനായ വ്യക്തിയാണ് K അനിൽകുമാർ ആണ്. അതുപോലെ തന്നെ അടുത്തത് ഒരേ ദിവസം ഏറ്റവും അധികം പേർ എവറസ്റ്റിന്റെ നെറുകയിലെത്തി റെക്കോർഡ് സ്വന്തമാക്കി. അപ്പൊ ഒരു ദിവസം തന്നെ ഏറ്റവും അധികം ആളുകൾ എവറസ്റ്റിന്റെ നെറുകയിലെത്തി റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പൊ എത്ര പേരാണ് എവറസ്റ്റ് കൊടുമുടി ഒരേ ദിവസം കയറിയത്? 274 പേരാണ്. അപ്പൊ ഒരേ ദിവസം ഏറ്റവും അധികം പേർ എവറസ്റ്റിന്റെ നെറുകയിലെത്തി റെക്കോർഡ് സ്വന്തമാക്കി. എത്ര പേരാണ് എവറസ്റ്റ് കൊടുമുടി ഒരേ ദിവസം കയറിയത്? എത്ര പേരാണ്? 274 പേരാണ്. 274 പേരാണ്. അതുപോലെ റോയൽ സൊസൈറ്റി ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ അച്ഛനും മകളും. അപ്പൊ റോയൽ സൊസൈറ്റി ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ അച്ഛനും മകളും. അപ്പൊ ഒരു അച്ഛനെയും മകളെയും റോയൽ സൊസൈറ്റി ഫെലോ ആയി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇപ്പൊ റോയൽ സൊസൈറ്റി ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ അച്ഛനും മകളുമാണ് നമ്മുടെ ഡോക്ടർ MS സ്വാമിനാഥനും മകൾ ഡോക്ടർ സൗമ്യ സ്വാമിനാഥനും. അപ്പൊ
റോയൽ സൊസൈറ്റി ഫെലോ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ അച്ഛനും മകളും ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനും മകൾ ഡോക്ടർ സൗമ്യ സ്വാമിനാഥനും. പിന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നേടിയത് ആരാണ്? ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആരാണ് നേടിയത്? ആഴ്സൺ ആണ് കേട്ടോ. അപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നേടിയത് ആരാണ്? ആഴ്സൺ ആണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നേടിയത്. അടുത്തത് UIDAIയുടെ CEO ആയി നിയമിതനായ വ്യക്തി. UIDAIയുടെ CEO ആയി നിയമിതനായ വ്യക്തി ആരാണ്? സൗരവ് വിജയ് ആണ്. സൗരവ് വിജയ് ആണ് UIDAIയുടെ CEO ആയി നിയമിതനായ വ്യക്തിയാണ് സൗരവ് വിജയ്. അടുത്തത് 2026 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം നേടിയ തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിന്റെ രചയിതാവ് ആരാണ്? 2026 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം നേടിയ തായ്വാൻ ട്രാവലോഗ് എന്ന നോവലിന്റെ രചയിതാവാണ് യാങ് ഷുവാങ്സി. യാങ് ഷുവാങ്സി ആണ് 2026 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം നേടിയ തായ്വാൻ ട്രാവലോഗ്. അപ്പൊ തായ്വാൻ ട്രാവലോഗ് ആണ് 2026 ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം നേടിയത്. ആ നോവലിന്റെ രചയിതാവാണ് യാങ് ഷുവാങ്സി ആണ് കേട്ടോ. യാങ് ഷുവാങ്സി. ഓക്കെ, അപ്പോ സൗഹൃദ നാവിക സേനകളുടെ സഹകരണത്തോടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സുരക്ഷയും പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനുള്ള ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ ദൗത്യം പൂർത്തിയാക്കി എത്തിയ കപ്പൽ. അപ്പൊ സൗഹൃദ നാവിക സേനകളുടെ സഹകരണത്തോടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സുരക്ഷയും പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനുള്ള ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ ദൗത്യം പൂർത്തിയാക്കി എത്തിയ കപ്പൽ ഏത് കപ്പലാണ്? INS സുനയന. ഓക്കെ, INS സുനയനയാണ്. അപ്പൊ സൗഹൃദ നാവിക സേനകളുടെ സഹകരണത്തോടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയില് സുരക്ഷയും പങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനുള്ള ഇന്ത്യൻ ഓഷ്യൻ ഷിപ്പ് സാഗർ ദൗത്യം പൂർത്തിയാക്കിയെത്തിയ കപ്പലാണ് INS സുനേന. ഓക്കെ, അടുത്തത് ഹൈക്കോടതിയിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായ വ്യക്തി. ഹൈക്കോടതിയിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായ വ്യക്തി. അപ്പൊ പദവികളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലെ, പുതിയ നിയമനങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ആരാണ്? മുഹമ്മദ് ഷാ ആണ്. അപ്പൊ ഹൈക്കോടതിയിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായ വ്യക്തിയാണ് മുഹമ്മദ് ഷാ. ആഭ്യന്തരമന്ത്രിയുടെ ഉപദേഷ്ടാവായി നിയമിതനായ ആരാണ്? ആഭ്യന്തരമന്ത്രിയുടെ ഉപദേഷ്ടാവായി നിയമിതനായത് ഹേമചന്ദ്രൻ ആണ്. അപ്പൊ ആഭ്യന്തരമന്ത്രിയുടെ ഉപദേഷ്ടാവായി നിയമിതനായ വ്യക്തിയാണ് ഹേമചന്ദ്രൻ. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി നിയമിതനായത് ആസിഫ് K യൂസഫ് ആണ്. അപ്പൊ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ആസിഫ് K യൂസഫ്. ആസിഫ് K യൂസഫ് ആണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ആസിഫ് K യൂസഫ്. ആഭ്യന്തരമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി നിയമിതനായത് ആരാണ്? ആഭ്യന്തരമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത് ഹരി P നായർ ആണ്. ആഭ്യന്തരമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി നിയമിതനായത് ഹരി P നായർ. അപ്പൊ 22 വർഷത്തിന് ശേഷം നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാനെ ഗോൾ ശരാശരിയിൽ പിന്തള്ളി ISL ഫുട്ബോളിൽ കന്നി കിരീടം സ്വന്തമാക്കിയ ടീം ഏത് ടീമാണ്? 22 വർഷത്തിന് ശേഷം നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാനെ ഗോൾ ശരാശരിയിൽ പിന്തള്ളി ISL ഫുട്ബോളിൽ കന്നി കിരീടം സ്വന്തമാക്കിയ ടീം ഏത് ടീമാണ്? ഈസ്റ്റ് ബംഗാൾ ആണ് കേട്ടോ. ഈസ്റ്റ് ബംഗാൾ. ഈ സീസണിലെ ISL കിരീടത്തിന് പുറമെ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗ് കിരീടവും ഈസ്റ്റ് ബംഗാൾ വനിതാ ടീം സ്വന്തമാക്കിയിരുന്നു. അപ്പൊ ഈ സീസണിലെ ISL കിരീടത്തിന് പുറമെ എന്ത് ചെയ്തു? ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് കിരീടവും അതുപോലെ ഈസ്റ്റ് ബംഗാൾ വനിതാ ടീം സ്വന്തമാക്കിയിരുന്നു. അപ്പൊ ഈ സീസണിലെ ISL കിരീടത്തിന് പുറമെ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ലീഗ് കിരീടവും ആര് സ്വന്തമാക്കി? ഈസ്റ്റ് ബംഗാൾ വനിതാ ടീം സ്വന്തമാക്കിയിരുന്നു.
ഒരു സീസണിൽ തന്നെ ഒരു ക്ലബിന്റെ പുരുഷ വനിതാ ടീമുകൾ കിരീടം നേടുകയെന്ന അപൂർവ നേട്ടവും ഈസ്റ്റ് ബംഗാളിന്റെ പേരിലാണ്. അപ്പൊ ഒരു സീസണിൽ തന്നെ ഒരു ക്ലബിന്റെ പുരുഷ വനിതാ ടീമുകൾ കിരീടം നേടുക എന്ന അപൂർവ നേട്ടവും ആർക്കായിരുന്നു സ്വന്തം? ഈസ്റ്റ് ബംഗാളിന്റെ പേരിലായി. അടുത്തത്, ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സുസ്ഥിര കൃഷിക്കും ഭക്ഷ്യസുരക്ഷയ്ക്കുമുള്ള സംഭാവനകളെ മാനിച്ച് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ പരമോന്നത പുരസ്കാരം. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സുസ്ഥിര കൃഷിക്കും ഭക്ഷ്യസുരക്ഷയ്ക്കുമുള്ള സംഭാവനകളെ മാനിച്ച് അടുത്തിടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ പരമോന്നത പുരസ്കാരമാണ് അഗ്രിക്കോള മെഡൽ. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സുസ്ഥിര കൃഷിക്കും ഭക്ഷ്യസുരക്ഷയ്ക്കുമുള്ള സംഭാവനകളെ മാനിച്ച് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ പരമോന്നത പുരസ്കാരമാണ് അഗ്രിക്കോള മെഡൽ. ഓക്കെ. പിന്നെ 2026 മെയ് 20 ഇറ്റലിയിലെ റോമിലുള്ള FAO ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രിക്ക് 2026 ഈ പുരസ്കാരം സമ്മാനിച്ചത്. അപ്പൊ 2026 മെയ് 20 ഇറ്റലിയിലെ റോമിലുള്ള FAO സ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രിക്ക് 2026 എന്ത് ചെയ്തത്? ഈ പുരസ്കാരം സമ്മാനിച്ചത്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓരോ ദിവസമുള്ള കറണ്ട് അഫയേഴ്സ് ഭാഗം എന്താണ്? കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പറ്റുന്ന പോലെ അതാത് ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ റിവിഷൻ ചെയ്യുക കേട്ടോ. ഒരാഴ്ചയുള്ള കാര്യങ്ങൾ സൺഡേ ഒക്കെ റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ബാക്കിയുള്ള വിഷയങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് കണ്ടു പഠിച്ചാലും നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാഴ്ച പഠിക്കുന്ന കാര്യങ്ങൾ സൺഡേ ഒക്കെ റിവേഴ്സ് ചെയ്യാം. ഓക്കെ എങ്കിൽ താങ്ക് യു.